സിനിമയിൽ തന്റെ ഗുരുനാഥൻ ആരാണ് എന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ നിവിൻ പോളി പറയും അത് വിനീത് ശ്രീനിവാസൻ എന്ന്. സിനിമാ സ്വപ്നവുമായി നടന്ന ഒരു ചെറുപ്പക്കാരന് അതിലേക്കുള്ള എൻട്രി നൽകിയ സംവിധായകനാണ് വിനീത്. സിനിമാ നടനാവണമെന്ന ആഗ്രഹത്തിന്റെ പുറത്തുണ്ടായിരുന്ന നല്ല ഒരു ജോലി റിസൈൻ ചെയ്ത് ഓഡിഷനും മറ്റു കാര്യങ്ങളുമായി നടക്കുമ്പോഴായിരുന്നു മലർവാടി ആർട്സ് ക്ലബിന്റെ ഓഡിഷൻ സെന്ററിൽ നിവിൻ എത്തിയത്. നിവിന്റെ താടി ലുക്കിൽ ഇംപ്രസ് ആയ വിനീത് പ്രകാശ് എന്ന കഥാപാത്രത്തെ നിവിനെ ഏൽപ്പിച്ചു. അതായിരുന്നു തുടക്കം. സംവിധായകൻ എന്ന നിലയിൽ വിനീതിന്റെയും തുടക്കമായിരുന്നു മലർവാടി ആർട്സ് ക്ലബ്. അതിലൂടെ തന്നെയാണ് അജു വർഗീസ് അടക്കമുള്ള നടന്മാരും എത്തുന്നത്. സിനിമയിൽ എത്തുന്നതിനേക്കാൾ പ്രയാസമാണ് അവിടെ നിൽക്കുക എന്നത്. മലർവാടിക്ക് ശേഷം നിവിൻ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്ത് ഇൻഡസ്ട്രിയിൽ തന്റെ ഇടം കണ്ടെത്താനുള്ള തന്ത്രപ്പാടിലായിരുന്നു. അതിനിടയിൽ വിനീത് തന്റെ അടുത്ത ചിത്രം പ്ലാൻ ചെയ്തു. തട്ടത്തിൻ മറയത്ത്. ആരെ വെച്ച് ചെയ്യുമെന്ന ആലോചനയിൽ വിനീത് പലരെയും നോക്കുമ്പോഴാണ് ഞാൻ ചെയ്യട്ടെ എന്ന രീതിയിൽ നിവിൻ ചുറ്റിപ്പറ്റുന്നത്. താടിയൊക്കെ വടിച്ച് നിവിൻ വന്നപ്പോൾ ആ ലുക്കിൽ വിനോദാവാൻ എന്തുകൊണ്ടും നിവിൻ തന്നെയാണ് പെർഫെക്റ്റ് എന്ന് വിനീത് തിരിച്ചറിഞ്ഞു. അത് നിവിന്റെയും കരിയറിലെ വലിയൊരു ബ്രേക്ക് ആയിരുന്നു. നിവിന്റെ കരിയറിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്. അതിനുശേഷം ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലെ വേഷവും നിവിൻ ചോദിച്ചു വാങ്ങിയതാണ്. അതും നിവിന് വലിയൊരു ഹിറ്റ് നൽകി. പിന്നീട് വിനീത് ഏറ്റവും ഒടുവിൽ ചെയ്ത വർഷങ്ങൾക്കു ശേഷം എന്ന ചിത്രത്തിലും നിവിൻ ഒരു കുഞ്ഞു വേഷത്തിലെത്തി. ചെറുതെങ്കിലും ആ വേഷം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു. പ്രേമത്തിന് ശേഷം മലയാളികൾ ആഘോഷിച്ച നടനാണ് നിവിൻ. ഇപ്പോൾ കരിയറിൽ ചെറിയൊരു താഴ്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. തുടരെയുള്ള പരാജയങ്ങളും ഇടയിൽ വന്ന ആരോപണവും വിവാദങ്ങളും എല്ലാം നിവിനെ തളർത്തിയിരുന്നു. അതിൽ നിന്നെല്ലാം പുറത്തുകടന്ന് കുറച്ചു നല്ല സിനിമകളുമായി ശക്തമായ തിരിച്ചുവരവിനൊരുങ്ങുകയാണ് നിവിൻ. അതിൽ ആദ്യത്തെ തിയേറ്റർ റിലീസാണ് സർവം മായ. അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡിസംബർ 25-ന് തിയേറ്ററുകളിൽ എത്തുകയാണ്. അതിനിടയിൽ വിനീതിന്റെ ചില വാക്കുകൾ നിവിനെ ഇമോഷണൽ ആക്കി. പേളിമാണിയുടെ ഷോയിലെത്തിയ നിവിൻ പോളിക്ക് പേളിമാണി വിനീതിന്റെ ഒരു ഓഡിയോ സന്ദേശം കേൾപ്പിക്കുകയായിരുന്നു. ഇത് കേട്ട് നിവിൻ ഇമോഷണൽ ആവുന്നതും ഇന്റർവ്യൂവിൽ കാണാം. നിവിനെ, എനിക്ക് നിന്നോട് ചോദിക്കാനൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം സംസാരിച്ചിട്ടുള്ളതാണ്. ആകെ കൂടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നീ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. 2025 അവസാനമായി, 2026 തുടങ്ങുകയാണ്. ആഗ്രഹിക്കുന്നതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റട്ടെ. നമ്മൾ ഒരുമിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റട്ടെ. എപ്പോഴും നിനക്ക് നല്ലത് ആശംസിക്കുന്നു. നിനക്കതറിയാം. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കട്ടെ. മലയാളികൾ എല്ലാവരും നിനക്കൊരു സ്പെഷ്യൽ പ്ലേസ് അവരുടെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. അത് നീ മനസ്സിലാക്കണം. ഓൾ ദി ബെസ്റ്റ്, സ്റ്റേ ഹാപ്പി എന്നാണ് വിനീത് വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്.